നമ്മളെന്നുള്ളത് ഒരു കാറിന്റെ ഷോറൂം ചെയ്യാനായിട്ട് വന്നേക്കണം. ഓട്ടോ ഹബ് എന്ന് പറഞ്ഞാണ് കാറിന്റെ ഷോറൂം, യൂസ്ഡ് കാറിന്റെ ഷോറൂമാണ്. അപ്പൊ അവിടുത്തെ വീഡിയോസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യണ. ഒന്ന് മാറി ചെയ്യാന്ന് വെച്ചു, ജോലികളല്ല എന്നും ചെയ്യാറ്. ഒന്ന് മാറി ഒരു കാറിന്റെ നമ്മുടെ ഫ്രണ്ടിന്റെ ഷോറൂം. ഈ ഷോറൂം നിക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് നിന്ന് വരുമ്പോ മണ്ണുത്തി പാലം ഇറങ്ങി കഴിഞ്ഞിട്ട് വലത് സൈഡിലാണ് ഈ ഷോറൂം ഉള്ളത്. എറണാകുളം ഭാഗത്തുനിന്ന് വരുമ്പോ നടത്തറ സിഗ്നലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലെഫ്റ്റ് സൈഡില് പാലം കയറുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോറൂം ഉള്ളത്. ഇപ്പൊ ഇവിടുത്തെ വീഡിയോ ആണ് എന്നുള്ളത്. ഇവിടുത്തെ വണ്ടികളെ കുറിച്ചിട്ടുള്ളത് 50,000 തൊട്ട് 5 ലക്ഷം വരെയുള്ള വണ്ടികൾ ഉണ്ടെന്നാ പറഞ്ഞവര്. 50,000 തൊട്ട് 50 ലക്ഷം വരെയുള്ള വണ്ടികള്, 50 ലക്ഷം വരെയുള്ള വണ്ടികൾ ഉണ്ടെന്നാ പറഞ്ഞ. ബെൻസൊക്കെ ഉണ്ട് ഉള്ളില്, ഫോർച്യൂണർ അങ്ങനെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇവരുടെ വീഡിയോ നമുക്കിന്ന് അവിടുത്തെ വണ്ടികളൊക്കെ പരിചയപ്പെടാം. ഇവിടെ ഒരു ഫോർച്യൂണർ എടുക്കുന്നുണ്ട്, TR ടിക്കറ്റൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ബെൻസ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ബെൻസിന്റെ തന്നെ ഒരു അടിപൊളി കളറിലുള്ളത്. ഇത് കമ്പനി പെയിന്റ് ആണെന്ന് തോന്നുന്നുണ്ട്, റീപെയിന്റ് ഒന്നും അല്ല കണ്ടിട്ട്, ഇങ്ങനെ ആക്കിയതൊന്നല്ലാന്ന് തോന്നുന്നു. ഇത് തന്നെയാ ഇതിന്റെ കളർന്നും തോന്നുന്നുണ്ട്, ഒറിജിനൽ കളറിനെയാന്ന് തോന്നുന്നത്. അപ്പൊ ഇവിടുത്തെ ആള് റിജോ ചേട്ടനാണ് ഇവിടെ ഇതിന്റെ ആള്. അപ്പൊ ആള് നമുക്ക് ഇതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ സ്വിഫ്റ്റ്, സ്കോഡ, ഹോണ്ട സിറ്റി, അവിടെ ഫോർച്യൂണർ വേറെ എടുക്കുന്നുണ്ട്, ടവേരയ്ക്കും എടുക്കുന്നുണ്ട്, ഡസ്റ്റർ എടുക്കുന്നുണ്ട്. ഇത് വോക്സ് വാഗന്റെ ആമിയോ തോന്നുന്നുണ്ട്, ഡിസൈർ, ഇത് ആമിയോ. പിന്നെ ഇവിടെ ഒരു ഫോർച്യൂണർ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തണ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാ, സപ്പോർട്ട് ചെയ്യാ. പിന്നെ CRVക്ക് ഉണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാ. വെൽക്കം ഗൈസ്, വെൽക്കം ടു ഓട്ടോ ഹബ്ബ് മണ്ണുത്തി ഫാമിലി. ഇന്ന് നമുക്ക് കുറേ അധികം വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് 2009 C ക്ലാസ് 220 ബെൻസ് ഡീസൽ വേരിയന്റ്. 5 വർഷത്തേക്ക് പുതിയ പേപ്പർ ആക്കിയിട്ടുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഇത് നമുക്ക് 9.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി, ഡീസൽ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് ഓട്ടോമാറ്റിക്. ഇത് വന്നിട്ട് 2014 B180 ഒരു ഹാച്ച് ബാക്ക് വണ്ടിയാണിത്. ബെൻസിലെ ചെറിയ വണ്ടി എന്ന് പറയും. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ്. പിന്നെ കളറിന്റെ കാര്യം പറയണ്ടല്ലോ, ഇത് കമ്പനി പെയിന്റ് അല്ല, കമ്പനി പെയിന്റ് അല്ല, ഇത് റീ പെയിന്റ് അടിച്ചതാണ്. പക്ഷെ അത് നല്ല കോസ്റ്റ്ലി പെയിന്റിംഗ് ആണ് ചെയ്തേക്കാം. അടിപൊളി പെയിന്റ് ആണ് അടിച്ചേക്കണം. നല്ല കോസ്റ്റ്ലി പെയിന്റ്, ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം ചെലവാക്കി പെയിന്റിങ് ചെയ്യിച്ചാണ്. അയാൾക്ക്, ഇതിന്റെ ഓണർക്ക് ഇത്തിരി ഈ കളറിനോട് വലിയ താല്പര്യമായിട്ട് ചെയ്തതാണ്. ബുക്കിൽ എൻഡോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട് ഈ കളറ്. ഇത് നമുക്ക് 10.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടിയാ ഈ ഫോർച്യൂണർ. അതുപോലെ തന്നെ 2010 ഫോർച്യൂണർ ബ്ലാക്ക്, ഇതൊരു 2-2.5 ലക്ഷം രൂപ വരെ അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ്, ലൈറ്റ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് മ്യൂസിക് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2010 മോഡൽ 4 വീൽ ഡ്രൈവ് മാനുവൽ ഡീസൽ. പെയിന്റിംഗ് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി പെയിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. TR ടിക്കറ്റ് കാര്യങ്ങള് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിൽ വരാണെങ്കിൽ ഇന്റീരിയറിൽ നല്ല അടിപൊളി സീറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 11,40,000 രൂപയ്ക്ക് കൊടുക്കാം. 2010 ന്യൂ പേപ്പറാണ്. 2030 വരെ അതിന്റെ പേപ്പർ ചെയ്തിട്ടുണ്ട്. ഇനി റിച്ച്, ഇത് 2013 റിറ്റ്സ് VDI ഡീസൽ എഞ്ചിൻ.
സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കണു 335 നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 4 ടയർ പുതിയതുണ്ട്, ഫുൾ കമ്പനി സർവീസ് ഉണ്ട്, വെൽ മെയിൻറ്റൈൻഡ്. 130 കമ്പനി സർവീസ് ഉള്ളതാണ്. അവിടെ ഒരു ഹോണ്ട സിറ്റി. ഈ കിഡ് വന്നിട്ട് 2018 സിംഗിൾ ഓണർ കിഡാണ്. വെറും 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിഡിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 3.5 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ് നമുക്ക് കൊടുക്കാം. ഹോണ്ട സിറ്റി ഫുൾ ഓപ്ഷൻ വണ്ടി, VX സൺറൂഫ് വരുന്ന വേരിയന്റ്, ഡീസലാണ്, ഫസ്റ്റ് ഓണർ വണ്ടിയാ. അതേപോലെ തന്നെ 135 കമ്പനി സർവീസ് ഉള്ള വണ്ടി. 685 നമുക്ക് കൊടുക്കാം. സ്കോഡ റാപ്പിഡ. ഇത് സ്കോഡ റാപ്പിഡ്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. സ്കോഡ റാപ്പിഡ് ഡീസല്, 2014 മോഡല്, വൈറ്റ് കളറ്. ഇത് ആകെ റൺ ചെയ്തിട്ടുള്ളത് 1,03,000 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി. ഇത് നമുക്ക് 3,10,000 രൂപ ചോദിക്കുന്നു. നമുക്ക് അത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോണിന്റെ കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് എല്ലാ വണ്ടിക്കും ലോൺ, ഒരു 2011 തൊട്ടുള്ള എല്ലാ വണ്ടിക്കും നമുക്ക് ലോൺ ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കൊരു 1 വീക്കിനുള്ളിൽ ലോൺ ചെയ്യാം. സിബിൽ സ്കോർ അത്യാവശ്യം വേണം. ഉള്ള ആൾക്കാർക്ക് ഒരു 600-650 സിബിൽ സ്കോർ മേലെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. ഒരു 4 ദിവസം കൊണ്ട് ലോൺ ചെയ്യാം. വേറെ ഇഷ്യൂസുകളൊന്നും ഇല്ലെങ്കിൽ. ഇത് 2013 ഡിസൈർ പെട്രോൾ വേരിയന്റ് ആണ്. ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർ വണ്ടി, ഡിസൈർ വണ്ടി. ഇത് 3.45 നമ്മൾ ആസ്ക് ചെയ്യണം. നല്ല വെൽ മെയിൻറ്റൈൻ ആണ്. ആകെ 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോള്, അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കാര്യങ്ങളൊക്കെ. വില വന്നിട്ട് 3.45. ഈ നാനോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ നാനോ ആണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി, നല്ല കളറാണ്, ഫുൾ ടയർ പുതിയത് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണു. 1.85 നമുക്ക് കൊടുക്കാം. ഓട്ടോമാറ്റിക് നാനോ ഫുൾ ഓപ്ഷൻ അല്ലേ. ഇത് വന്നിട്ട് 2014 ഡീസൽ VD8 സ്വിഫ്റ്റ്, 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ അല്ലേ ഇത് ഡീസൽ വണ്ടി കേട്ടോ, ഡീസൽ VD8 വണ്ടി. ഇത് വന്നിട്ട് പെട്രോൾ 2017 പെട്രോൾ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ എടുക്കണു. വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 4.85 കൊടുക്കാം. അഡീഷണൽ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലൈവിയില് ടയറൊക്കെ പുതിയതാണ്. ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 45,000 കിലോമീറ്റർ ഓടിയ 2017 വണ്ടി. ഇയോൺ 2012 ഇയോൺ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി വണ്ടിയാ. ഇന്ത്യയിലൊക്കെ നല്ല കമ്പനി സെറ്റപ്പിൽ തന്നെ വണ്ടി കിടക്കുന്നത്. 71,000 കിലോമീറ്റർ 2012 നമുക്കൊരു 1.65 കൊടുക്കാം. ഈ കിടക്കണ ഇത് ആൾട്ടോ K10 എന്ന് പറഞ്ഞ വേരിയന്റാ. ആൾട്ടോ K10 ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. 2015 ലാസ്റ്റ് വണ്ടിയാണ്. VXI ഫുൾ ഓപ്ഷൻ. ഇത് നമുക്കൊരു 3.5 രൂപ ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ടയറൊക്കെ പുതിയതാണ്. പുതിയ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം കേട്ടോ. സിവിക് 1.8 വണ്ടി. നോർമലി 1.6 ആണ് വണ്ടികൾ വരുന്നത്. ഇത് വന്ന് ഹോണ്ട സിവിക് 2007 മോഡൽ ഹോണ്ട സിവിക്. 2027 വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണറിൽ നിൽക്കുന്നു. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. സാധാരണ ഹോണ്ട സിവിക് വരുന്നത് 1.6 വരുന്നത്. ഇത് പവർ കൂടിയ വണ്ടിയാണ്. 1.8 വണ്ടിയാണ്. നമുക്ക് ഓൾട്ടർ ചെയ്യാനൊക്കെ നല്ല പറഞ്ഞ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് അല്ല, ഇത് മാനുവലാണ് വണ്ടി. നമുക്ക് ഇവിടെ ഒരു 2.5 രൂപ റേഞ്ചിൽ കൊടുക്കാം മാനുവല്. ഉള്ളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ ഒന്ന് എടുത്തോണേ. നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ. 1.8 ഹോണ്ട സിവിക് ആണ് കേട്ടോ. നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 2.5 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 1.30 സർവീസ് ഉള്ള വണ്ടി. ഫുൾ സർവീസ് ചെയ്ത് വണ്ടി വന്നിട്ടുള്ള. ഇത് വോൾക്സ്വാഗൻ ആമിയോ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇത് 2016 മോഡല്.
സെക്കൻഡ് ഓണർ നിൽക്കണു 1.20 കമ്പനി സർവീസ് പെട്രോൾ വെഹിക്കിൾ. വോൾക്സ് വാഗൺ താല്പര്യമുള്ളവർക്ക് ഇത് എത്ര 3.35 പെട്ടെന്ന് വരാം. വണ്ടിയുടെ പ്രൈസ് 3.35. ഇത് വന്നിട്ട് 2008 ഡിസൈർ, 2028 വരെ പേപ്പർ പുതിയതാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ കൊടുക്കണു. 1.25 റൺ ചെയ്താണ് വണ്ടി. നമുക്ക് 2.25 രൂപയ്ക്ക് കൊടുക്കാം. ഡിസൈർ ഡീസലാണ് കേട്ടോ, ഡീസൽ വണ്ടി. ഈ റെഡ് വണ്ടിയോ? റെഡ് സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ്. ഇത് കമ്പനി ഇത് കമ്പനി ഇതിലുള്ള ഡസ്റ്റർ 2014 ഡസ്റ്റർ ഡീസല്. അപ്പൊ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ നടത്തറ സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ മണ്ണുത്തി പാലം വരും. പാലം കയറുന്നതിന് മുൻപ് ലെഫ്റ്റ് സൈഡിലാണ് ഇവരുടെ ഷോറൂം വരുന്നത്. പാലം കയറുന്നതിന് മുൻപിട്ടാണ്. ഇപ്പോൾ പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ പാലം ഇറങ്ങിക്കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഇവരുടെ ഷോറൂം വരുന്നത്. ഇവർ എക്സ്ചേഞ്ച് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലോൺ സൗകര്യമൊക്കെ ഇവർ ചെയ്തു തരും. പിന്നെ ഇവരുടെ കയ്യിൽ വേറെയും വണ്ടികളുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഇവരെ കോണ്ടാക്ട് ചെയ്യുക. കാരവാൻ ഒക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ. 26 സീറ്റിൻ്റെ കാരവാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ അവസാനിപ്പിക്കണം.